ഹലോ. ആ പറഞ്ഞു. അതെ, വർക്കിലാണോ ഉള്ളത്? ആ അതെ, വർക്കിലാണ്. നീ എന്താ ചെയ്യുന്നേ? ബെഡ്റൂമിലാ ഉള്ളത്. വല്ലാതെ ഉറക്കം വരുന്നു. ഓ അത് ശരി. എന്നാ പിന്നെ കിടന്ന് ഉറങ്ങിക്കോ. അതൊക്കെ ശരി. എപ്പോ നോക്കിയാലും നൈറ്റ് ഡ്യൂട്ടി എന്ന് പറഞ്ഞു പോയാ മതിയോ? നിങ്ങൾക്ക് എപ്പോഴും നൈറ്റ് ഡ്യൂട്ടിയേ ഉണ്ടാവൂ, ഡേ ഡ്യൂട്ടി ഒന്നും കിട്ടില്ലേ? നൈറ്റൊക്കെ ജോലി ചെയ്ത് രാവിലെ വന്ന് ക്ഷീണിച്ചുറങ്ങും. ഇങ്ങനെ പോയാ എങ്ങനെയാന്നേ? നമ്മുടെ കല്യാണം കഴിഞ്ഞ് 1 വർഷം ആവാറായി. നമ്മുടെ കുടുംബക്കാരൊക്കെ ചോദിക്കുന്ന ചോദ്യത്തിന് എന്നെ കൊണ്ടൊരു ഉത്തരം കൊടുക്കാൻ പറ്റുന്നില്ല. ഞാൻ എന്ത് ചെയ്യാനാ? ഓഫീസിലേക്ക് നൈറ്റ് ഡ്യൂട്ടിയാ തന്നിരിക്കുന്നത്. അത് ചെയ്യാൻ പറ്റില്ലെന്നങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെന്നെ ജോലിന്ന് പറഞ്ഞു വിടും. ശരി, ഞാനെന്താ പറഞ്ഞു വരുന്നതെന്ന് നിങ്ങക്ക് മനസ്സിലായില്ലല്ലോ. ശരി, ഞാൻ വെക്കുകയെന്നാ. ബൈ. ഉം, ബൈ. ലോക്കർ എവിടെയാട്ടോ ഉള്ളത്? കാണുന്നില്ലല്ലോ. ആ, ഏയ്, ആരാടാ നീ? എന്റെ ബെഡ്റൂമിൽ എന്തെടുക്കുക? ചോദിക്കുന്നില്ലേ, ഉത്തരം പറ. ആരാ നീ? ഞാനോ? കായംകുളം കൊച്ചുണ്ണി. നിന്റെ വീട്ടിൽ നിന്ന് അടിച്ചു മാറ്റാൻ വേണ്ടി വന്നതാ. മര്യാദക്ക് നിന്റെ കഴുത്തി കിടക്കുന്ന നെക്ലേസ് അല്ലെങ്കിൽ അടിച്ചു താടി. ഇല്ല, ഇതൊന്നും ഞാൻ തരില്ല. തരില്ലെന്നോ? തന്നില്ലെങ്കിൽ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നെന്ന് അറിയാവോ? നിന്നെ കഴുത്ത് ഞെരിച്ച് കൊന്നിട്ട് ആ നെക്ലേസ് എടുത്തോണ്ട് ഞാൻ ഇവിടുന്ന് സ്ഥലം വിടും. മര്യാദക്ക് നീ ആ നെക്ലേസ് ഊരി തരുന്നോ അല്ലെങ്കിൽ നിന്നെ കഴുത്ത് ഞെരിച്ച് കൊല്ലണോ? ശരി, ഞാൻ തന്നേക്കാം. എന്നെ ഒന്നും കേട്ടോ? ചെയ്യരുത്. നന്നായിട്ടുണ്ട്. ഏയ്, നീ ഈ സ്വർണം മോഷ്ടിക്കാൻ വേണ്ടി മാത്രാണോ വന്ന്? ആ, മോഷ്ടിക്കാൻ വേണ്ടി തന്നെ ഇങ്ങോട്ട് വന്നേ. ആ, അല്ല, ഞാൻ ഒറ്റയ്ക്കാണ്. എന്നെ എന്തെങ്കിലും ചെയ്യുമെന്ന് വിചാരിച്ച് ചോദിച്ചതാ. നിന്നെയോ? ഞാനോ? എന്തെങ്കിലും ചെയ്യുന്നു നീ വിചാരിച്ചോ? ആ, ഓവർ സ്പീഡിലാണല്ലോ വണ്ടി. എന്റെ ഭർത്താവും ശരിയില്ല, എന്റെ വീട്ടിൽ മോഷ്ടിക്കാൻ വന്നവനും ശരിയില്ല.